ഷണ്ഡാന്മാർക്കന്മാർ ശിക്ഷിക്കോ, ഹിരണ്യകശിപു ശിക്ഷിക്കോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് വരും, ഒന്നും ചിന്തിക്കാതെ ആ നാരദ മഹർഷിയുടെ ഉപദേശം അങ്ങനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രഹ്ലാദൻ ജപിക്കുമ്പോ അതിനോടൊപ്പം തന്നെ ഇവരും ഉറക്കിങ്ങനെ ജപിക്കാൻ തുടങ്ങി. ആ ജപം അവിടുന്ന് ഷണ്ഡാമർക്കന്മാരുടെ ഗൃഹത്തിൽ നിന്ന് അലച്ചു ഹിരണ്യകശിപുവിന്റെ ചെവിയില്. അതങ്ങോട്ട് കേട്ടതോടുകൂടി ഇനി ഒരു നിമിഷം തന്റെ പുത്രനെ വെച്ചേക്കില്ല. അവനെ ആർക്കും കൊല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി ഞാൻ കൊല്ലുന്നെ ചെയ്യും, ഇനി നേരെ പോ നോക്കാനില്ല എന്ന് പറഞ്ഞ പൂർണ്ണമായിട്ടും അത്രയും സ്നേഹമുള്ള ആ പുത്രനെ ഉപേക്ഷിച്ചു. ആർക്കു വേണ്ടി? ഭഗവാന് വേണ്ടി. അതാണ് വിജയം ഹിരണ്യകശിപുവിന്റെ. ഭഗവാനോടുള്ള വിരോധം നിലനിർത്താൻ ഒരു ശല്യമായിട്ട് തന്റെ ഓമനപുത്രൻ വരികയാണെങ്കിൽ ആ ഓമനപുത്രനെ മാറ്റി ഉപേക്ഷിച്ചു കൊല്ലാനൊരുങ്ങി. ആജ്ഞ കൊടുത്തു. ഷണ്ഡാമർക്കന്മാർ ഉണ്ണിയും കൊണ്ടു ഇതാ ഓടി വരുന്നു. ആ ഉണ്ണി അങ്ങനെ കൊടുത്ത് പ്രഹ്ലാദന്റെ മുമ്പിലേക്ക് അങ്ങ് നീക്കി കൊടുത്തു എന്ന് പറയാം. ആ മുമ്പിലിങ്ങനെ കാണുന്ന പ്രഹ്ലാദനെ കണ്ട് നെറ്റിങ്ങനെ വിറയ്ക്കണു. ഹിരണ്യകശിപുവിന്റെ ചുണ്ടുകൾ ഇങ്ങനെ വിറയ്ക്കണു. അങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ ദേഷ്യം കൊണ്ട് കിട്ടുകിട്ടാ വിറയ്ക്കുമ്പോ പ്രഹ്ലാദനോട് ചോദിക്കുകയാണ്, പ്രഹ്ലാദ, നിന്നെ ആർക്കും കൊല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കേട്ടുവല്ലോ, നിനക്ക് ഈ ശക്തി എവിടുന്നാ കിട്ടണത് എന്ന് ഉറക്കെങ്ങനെ ലോകം മുഴുവൻ കിട്ടുകിട്ടാ വിറപ്പിച്ചുകൊണ്ടുള്ള ശബ്ദത്തില് ഹിരണ്യകശിപു ചോദിച്ചതും പ്രഹ്ലാദൻ വളരെ ലളിതമായിട്ട് വളരെ ശാന്തമായിട്ട് ഒരു ഭാവമാറ്റവും ഇല്ലാതെ പ്രഹ്ലാദൻ പറയുന്നു, അച്ഛാ, എന്റെ ശക്തി മാത്രമല്ല, അച്ഛന്റെ ശക്തി, ഈ നാടിന്റെ ശക്തി, ഈ അസുരകുലത്തിനുള്ള ശക്തി, ഈ ലോകത്തിന്റെ ശക്തിയും ഒക്കെ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് കിട്ടുന്നത്. ഹരിയന്റെ നാരായണന്റെ കാരുണ്യം കൊണ്ട് കിട്ടുന്ന ഈ ശക്തി മുഴുവൻ നമ്മൾ സ്വീകരിക്കുക. എന്നിട്ട് ആ ഭഗവാനെ നമ്മള് കർമ്മം കൊണ്ട് ഭഗവാനെ അർച്ചിക്കുക. നമ്മളുടെ കർമ്മം മുഴുവൻ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി ആക്കുക. അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നാരായണ ഒക്കെ എങ്ങനെ ജപിക്കാൻ തുടങ്ങി. അതങ്ങിട്ട് കേട്ടപ്പോ ചെവി അങ്ങോട്ട് അടച്ചു. കുലഭേദകനാഥവ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ നിന്നിട്ട്, നിന്റെ ശക്തി വിഷ്ണു ആണെങ്കിൽ ആ വിഷ്ണു വൈകുണ്ഠത്തിൽ നിന്ന് എന്നെ പേടിച്ച് ഒളിച്ചുപോയല്ലോ, എന്നെ പേടിച്ച് സ്വസ്ഥാനത്ത് നിന്ന് ഒളിച്ചുപോയ ആള് ആണ് ഈ ലോകത്തിന് മുഴുവൻ ശക്തി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. നിന്റെ ശക്തി വിഷ്ണു ആണെങ്കിൽ ആ വിഷ്ണു നിന്നെ രക്ഷിക്കാൻ ഇപ്പൊ വരട്ടെ. നിന്റെ ശക്തി എവിടെ വിഷ്ണു? കാണില്ലല്ലോ. നീ എവിടെയാണ്? എല്ലായിടത്തും കാണുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയും കാണുന്നില്ലല്ലോ എന്ന് പറയലും. ഞാൻ എല്ലായിടത്തും കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ തൂണിൽ എന്തുകൊണ്ടില്ല എന്ന് പറയലും. വാളെടുത്തിട്ടങ്ങോട്ട് വെട്ടാനൊരുങ്ങി. വെട്ടിയപ്പോഴല്ലേ ആ വെട്ടി ഗംഭീരായിട്ട് വെട്ടിയിട്ട് ഇതിന് കാണാനില്ലല്ലോ എന്ന് പറയാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവിടുന്ന് ഒരു ശബ്ദം കേട്ടുന്നാണ്. പ്രഹ്ലാദൻ പറയുന്നു, ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറയലും അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം അട്ടാസം കൊണ്ട് കേട്ടിട്ട് ലോകം മുഴുവൻ കിടുകിടാ വിറച്ചു. എന്തിനു വേണ്ട? സത്യലോകത്തുള്ള ബ്രഹ്മാവന്റെ സിംഹാസനത്തോടുകൂടി മൂക്കുത്തി വീണു എന്നാണ്. സമുദ്രങ്ങൾ മുഴുവൻ കരകയറി, പർവ്വതങ്ങൾ മുഴുവൻ തലകീഴായി വീണു. ഇങ്ങനെ ലോകം മുഴുവൻ കിടുകിടെ വിറച്ചു. വിറയ്ക്കാത്ത ഒരു ജീവന്റെ അംശം പോലും ഇല്ല. സകല ജീവജാലങ്ങളും പേടിച്ച് വിറച്ച് ആ അട്ടാസത്തിന് മുഴങ്ങി ചെവിയൊക്കെ അടച്ചു പിടിച്ച് അതിഭീകരമായ ഭാവം ലോകത്തിന് മുഴുവൻ ഒരു അട്ടാസം കൊണ്ട് തന്നെ കൊടുത്തിട്ടുള്ള ആ ഒരു രൂപം അവിടുന്ന് അങ്ങോട്ട് വരാൻ തുടങ്ങി. നോക്കുമ്പോ ആ സിംഹാണെന്ന് ചിലവർ പറയുമ്പോഴേക്കും നോക്കുമ്പോ ശരീരം മുഴുവൻ മനുഷ്യന്റെ അതങ്ങോട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് ചാടി ഭൂമിയിൽ അങ്ങോട്ട് എത്തി. ആ ഭൂമിയില് ആ ചാട്ടത്തിൽ ഭൂമി മുഴുവൻ അങ്ങോട്ട് തലങ്ങും വിലങ്ങുമായി മാറി. പിന്നെ പറയേണ്ടതില്ല. ആകെ ലോകം മുഴുവൻ പരാക്രമായി. ഭഗവാൻ ആ പാദസ്പർശം കൊണ്ട് ഭൂമി കിടുകിടെ പറച്ചു. നിരവധി രീതിയിൽ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടായി. കെട്ടിടങ്ങൾ, കൊട്ടാരങ്ങൾ മുഴുവൻ ചീട്ട് കൊട്ടാരങ്ങളെ പോലെ തകർന്നടിഞ്ഞു വീണു. അങ്ങനെ ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് ഭൂമി കിടുകിടേനെ വരച്ചപ്പോഴും രണ്ടാള് പേടിയില്ലാണ്ട് നിൽക്കും. ഹിരണ്യകശിപു അവിടെ ഒളിച്ചപ്പോഴേ ഇവിടെ പൊന്തുന്ന് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും കിട്ടിയല്ലോ, ഇതന്നെ വിഷ്ണു തോന്നുന്നു. ഇവന് പല രൂപം എടുക്കാൻ പറ്റും. പന്നിയായിട്ട് വന്നത് അന്ന് എനിക്കറിയാം. ഇപ്പത് കണ്ടില്ലേ, ഇത് എന്ത് രൂപമാന്ന് വെച്ചില്ല. എന്നാലും കിട്ടിയല്ലോ, നിന്നെ ഇനി വിടില്ല. ഇതാണ് വിചാരിച്ചിരിക്കുന്നത്. പേടി പിന്നെ അവിടെ ഉണ്ടോ? അതുപോലെ പ്രഹ്ലാദനും ആ ഭഗവാന്റെ പാദങ്ങൾ കണ്ടിട്ട് സന്തോഷിച്ച് അങ്ങനെ നർമ്മം ജപിച്ചിരിക്കുന്നു.
ബാക്കിയുള്ളവർ മുഴുവൻ കിട്ടുകിട്ടാ പറിച്ചു. ഭഗവാന്റെ ആ രൂപം അത്യത്ഭുത രൂപം അതന്നെ കണ്ടിട്ട് തപ്തസ്വർണ്ണ സവർണഗോർണതതിനുക്ഷാക്ഷം സടാകേസര പ്രോൽക്കംബ പ്രമേകംബിതാംബരം അഹോ ജീയാത്തവേദം ബഹു എന്ന് പറഞ്ഞ ഭട്ടതിരി അങ്ങനെ വർണ്ണിക്കണം. തപ്ത ചാമീകര എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അങ്ങനെ ഇരുമ്പ് പഴിപ്പിച്ചാൽ ചുട്ടിങ്ങനെ നിൽക്കണില്ലേ, അതിനേക്കാൾ അധികം സ്വർണം പഴിപ്പിച്ചാൽ എത്രത്തോളം ഉണ്ടാവും, അതുപോലെയാണത്രേ ഭഗവാന്റെ കണ്ണ് ജ്വലിക്കുന്നത്. ആ നാവ് ഇങ്ങനെ നീട്ടിയിട്ട് ശ്വാസം ഇങ്ങനെ വലിക്കുമ്പോ ആ ദംഷ്ട്രകൾ പുറത്തേക്കും കൂടി വരുമ്പോ ആ വെഞ്ചാമരം മുഴുവൻ വെഞ്ചാമരം പോലെ ആ സടാകേസരങ്ങൾ ആകാശം മുട്ട് പൊന്തി നിൽക്കുമ്പോ ആ കഴുത്തിങ്ങനെ തുടങ്ങിയ കഴുത്തും ശരീരം മനുഷ്യന്റെയും ആ കൈകളിൽ നഖങ്ങൾ അങ്ങനെ നിർത്തിയിട്ട് ഇത് കണ്ട എന്ത് രൂപം നാം നിശ്ചയില്ല. പക്ഷേ ശരീരത്തിൽ എവിടെ നോക്കിയാലും പേടിപ്പെടുത്തുന്നതായ അവസ്ഥകള് അങ്ങനെ ഇങ്ങനെ വന്നു. നേരെ ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് വന്നു. ഹിരണ്യകശിപുവിനെ അങ്ങനെ കെട്ടിപ്പിടിച്ചു. ഹിരണ്യകശിപു അവിടുന്ന് കൊതറിയിട്ട് ഒരു ഓട്ടം ഓടിയതാണ്. ആ ഓട്ടം ഓടിയപ്പോ ഹിരണ്യകശിപുവിന് മനസ്സിലായി ഇത് വിഷ്ണു തന്നെയാണ്. ഒരു കൈ നോക്കാനുണ്ട്. ഏതായാലും ഇയാളോട് മല്ലയുദ്ധം തന്നെ. ആദ്യം എന്നിട്ട് ചെന്നു ഭഗവാന്റെ അടുത്തേക്ക്. ഭഗവാൻ എലിക്കുട്ടിയെ പിടിക്കണമെങ്കിൽ ഒരു കൈയോട് പിടിച്ചു. പക്ഷെ അതിന്നടക്കം ആ ഹിരണ്യകശിപു ഓടി ഓടിയെന്നാണ്. അതൊക്കെ ഭഗവാൻ അനുവദിച്ചു കൊടുക്കുക. ഇങ്ങനെ കുറെ ഇട്ട് കളിപ്പിക്കില്ലേ പൂച്ച, ഇല്ലെങ്കിൽ വല്ല സിംഹമൊക്കെ മാനിനെ പിടിച്ചാൽ കുറേശ്ശെ കളിപ്പിക്കുന്നത് പോലെ ഭഗവാൻ ഇങ്ങനെ കുറേശ്ശെ കളിപ്പിച്ചുകൊണ്ട് സന്ധ്യാസമയമാവണല്ലോ, രാവും പറ്റില്ല പകലും പറ്റില്ല, അതുകൊണ്ട് സന്ധ്യാസമയം വരെ അങ്ങനെ കളിപ്പിച്ചിരുന്ന് ദേവന്മാരിതാ പറയുന്നു ഭഗവാനെ സന്ധ്യയായി എന്ന് പറഞ്ഞതുപോലെ അട്ടഹാസം. ആ അട്ടഹാസത്തോടു കൂടി അങ്ങനെ ഹിരണ്യകശിപുവിനെ പോയി അങ്ങോട്ട് എടുത്ത് മടിയിൽ അങ്ങോട്ട് വെച്ചു. ഉമ്മറപ്പടിയിലാണ് പോയിരുന്നു. എന്നിട്ട് ആ നഖങ്ങൾ ഇങ്ങോട്ട് നിർത്തിയിട്ട് ആ മാറത്തങ്ങോട്ട് കുത്തി ഇറക്കിയിട്ട് മാറിങ്ങിട്ട് പൊളിച്ചു. എന്നിട്ട് ആ ചോര ഒരു തുള്ളി പോലും തന്റെ പത്നിയായിട്ടുള്ള ഭൂമിക്ക് കൊടുക്കില്ല എന്ന വ്രതം ഉറപ്പിച്ച് ആ തുള്ളി രക്തം തുടിച്ച് തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആ ചുടു ചോര അത് തനിക്ക് അവകാശപ്പെട്ടതാണ് മുഴുവൻ എന്ന് പറഞ്ഞ് അതിങ്ങനെ കുടിക്കണു. എന്നിട്ടോ അതിന്റെ തണുപ്പ് നോക്കിയപ്പോ പിന്നെ ആ നാവ് ആ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഓരോ അറകളിലുള്ള ആ ചോര മുഴുവൻ വലിച്ചങ്ങോട്ട് കുടിച്ചു. പിന്നെ അങ്ങനെ ഒരൊറ്റ വലി ആ നാടികളിലൂടെ ഒഴുകുന്ന രക്തങ്ങൾ മുഴുവൻ ആ രക്തം മുഴുവൻ ഭഗവാന്റെ വായിലേക്ക് അങ്ങോട്ട് വന്നു. പിന്നെ ആ ശരീരം അങ്ങോട്ട് പിച്ചി ചീന്തി ഓരോ കഷ്ണമായിട്ട് അങ്ങനെ മാറ്റിയിടുന്നു. അതിന് ചോരണ്ടോ പിഴിഞ്ഞങ്ങനെ കുടിക്കണു ഓരോ കൈകൊണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ ശരീരഭാഗവും പിച്ചി ചീന്തി കുടിച്ച് ചോര കുടിച്ച് വലിച്ച് ആ ശരീരത്തിലും പല്ലിലും മുഴുവൻ ദംഷ്ട്രയിലും മുഴുവൻ മാംസങ്ങളൊക്കെ കട്ടിച്ച് പിടിച്ചുകൊണ്ടും അവസാനം ആ കുടൽമാരി കൂടി എടുത്തിട്ട് ശരീരത്തിലൂടെ ഇട്ടിട്ട് പിന്നെ അതിന് ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമില്ല, അതിങ്ങനെ ചവിട്ടി അരച്ചുകൊണ്ട് അങ്ങനെ നടക്കുമ്പോ ഇനി ആർക്കെങ്കിലും എന്നെ പേടി ഇല്ല ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആ അസുരന്മാരെ മുഴുവൻ ചവിട്ടി അരച്ചുകൊണ്ട് നടന്ന് അവസാനം ആ സിംഹാസനത്തിൽ അങ്ങോട്ട് ഇരുന്നിട്ട് ഒരു ശ്വാസം വലിച്ചു എന്നാണ്. ആ ശ്വാസത്തിന്റെ വലിയുടെ ശക്തി കൊണ്ട് കുറെ അസുരന്മാര് മൂക്കുകൂടെ ഉള്ളിലേക്ക് കയറിപ്പോയി എന്ന് പറയാൻ വേണ്ടിട്ട് അങ്ങനെ പുറത്തേക്ക് വിട്ടപ്പോ അവര് പുറത്തുകൂടെ മൂക്കുകൂടെ പുറത്തേക്ക്. എന്നിട്ട് അവര് ഭഗവാൻ പുറ്റിക്കണു കാട്ടിച്ച് അരച്ചിട്ടും ഇങ്ങനെ പരാക്രമം കാട്ടിക്കൊണ്ട് സിംഹാസനത്തിൽ ഇരുന്ന് കുറെ കഴിഞ്ഞപ്പോ അങ്ങനെ ശാന്താവണോ എന്ന് തോന്നിയപ്പോ ഞാൻ ശാന്താവില്ല. അപ്പോഴേക്കും ദേവന്മാരൊക്കെ കൂടി ബ്രഹ്മാവിനെയൊക്കെ പറഞ്ഞു പേപ്പിച്ചിട്ട് ഇദ്ദേഹം ശാന്താവണേ, അതിന് ലക്ഷ്മിയെ തന്നെ കൊല്ലുക പറഞ്ഞ വൈകുണ്ഠത്തിൽ പോയി കൊണ്ടുവന്നു. അപ്പൊ വൈകുണ്ഠത്തിൽ തന്നെ എന്തോ സുഖമില്ല, പേടിച്ച് അരണ്ടിരിക്കുക ലക്ഷ്മി. അല്ല ഞങ്ങൾ ഭർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു പിടിച്ചു കൊണ്ടുവന്ന് മുമ്പിലെത്തിയപ്പോ ഇതെന്റെ ഭർത്താവല്ലേ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി എന്നാണ് വൈകുണ്ഠത്തില് ലക്ഷ്മി എന്നെ പേടിച്ചു പറച്ചോന്നാണ്. ഇങ്ങനെ ദേവന്മാരൊക്കെ ആ സ്വർഗലോകത്തില് ആ തൂണിന്റെ ഓരോ തൂണിന്റെയും മറവിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കുക പേടിച്ചരണ്ടിട്ട്. അപ്പോഴാണ് ബ്രഹ്മാവ് മെല്ലെ ആ പ്രഹ്ലാദനെ മുന്നിൽ തേടി പ്രഹ്ലാദൻ ഒന്ന് ചെന്ന് ആ പാദം പിടിക്കും. പ്രഹ്ലാദനോട് ഒരിക്കലും ആ അദ്ദേഹം ക്രോധഭാവം എടുക്കില്ല എന്ന് ചെവിയിൽ പറഞ്ഞപ്പോൾ എന്നെ പ്രഹ്ലാദനോട് ആ തൂണിന്റെ മറവെന്നും നീങ്ങി അടിവെച്ച് അങ്ങനെ അടുത്തേക്ക് ചെന്നു എന്നാണ്. അതിനു മുമ്പ് ദേവന്മാരൊക്കെ തൂണിന്റെ മറവിൽ നിന്ന് ഓരോരുത്തരായിട്ട് സ്തുതിക്കുന്നുണ്ട്. ആ സ്തുതിയൊന്നും ഭഗവാൻ കേൾക്കണേ ഇല്ല. പ്രഹ്ലാദൻ അടുത്തേക്ക് വരുമ്പോ എല്ലാ ശ്വാസത്തിനൊക്കെ ഒരു ക്രമമായി ഭഗവാന്റെ എന്നൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ ആ നരസിംഹത്തിന്റെ അതിപ്രഭാവം അതാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. അഥാർത്ഥമോധ്യായം
നാരദോവാച അധ ദൈത്യസുതാ സർവേ ശ്രുത്വാ തദനുവർണ്ണിതം ജഗുർനിർവദ്യത്വാന്നൈവ കുർവനിരീക്ഷിതം അഥാചാര്യസ്തു തത്തേഷാം ബുദ്ധിമേകാന്തസംസ്ഥിതാം ആലക്ഷ്യഭേദസ്ത്വരിതാ രാജ്ഞാ വേദയത്തതാ ശ്രുത്വാ തദപ്രിയം ദൈത്യം ദുസ്സഹം തനയാനയം കോപാവേശജലഗാത്രപുത്രം ഗന്ധം മനോദധേ ക്ഷിപ്ത്വാ പരുഷയാ വാചാ പ്രക്ലാദം വദതർക്കണം ആഹേക്ഷമാണപാപേനാതിരച്ചീനേന ചക്ഷുഷാ പ്രശ്രയാവനതം ദാന്തം ബദ്ധാഞ്ജലിമവസ്ഥിതം സർപ്പപദാഗതൈവശ്ചതം പ്രകൃതിദാരുണ ഹേ ദുർവിനീതമന്താത്മൻ കുലഭേദകരാധമ സ്തബ്ധം മച്ഛാസനോദ്ധൂതം നേക്ഷ്യേ ത്വാദ്യയമക്ഷയം ക്രുദ്ധസ്യ യസ്യ കമ്പദേ ത്രയോ ലോകാ സഹേശ്വര യസ്യ മേ അഭീവദൻ മൂഢാ ശാസനം കിം ബലോദ്യകാ പ്രഹ്ലാദോവാച ന കേവലം മേ ഭവതശ്ചരാനം സവൈബലം ബലിനാം ചാപരേഷാം പരേ പരേ നീ സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ യേന വശം പ്രണീതാം സ ഈശ്വരകാലമനുക്രമോസോ ഓജസ്സഹ സത്വബലേന്ദ്രിയാത്മാ സയേവ വിശ്വം പരമസ്വശക്തിഭിസ്തുത്യവത്യത്തി ഗുണേത്രയേശ യജ്ഞാസുരം ഭാവമിമം ത്വമാത്മന സമം മനോധർസ്വന സന്ധി വിദ്വിഷ ഹൃദേജിതാത്മാന അതിതാത്മനോ ഭക്തുത്പദസ്ഥിതാ തദ്ധി ഹ്യനന്ദസ്യ മഹത്സമർപ്പണം ദസ്യോത്പുരാഷണ്ണ വിജിത്യലും പദോ മന്യന്തയേകേസ്തു ജിതാദിശോദശ ജിതാത്മനോജ്ഞസ്യ തമസ്യ ദേഹിനാം സാധോ സ്വമോഹ പ്രഭവാ കുതപരേ ഹിരണ്യകശിപുർവാച വ്യക്തം ത്വം മട്ടുകാമോസി യോതിമാത്രം വികർത്തസേ മുമുക്ഷൂണാം കിമന്താത്മന്നന്യസ്യോ നനുസ്യോ വിപ്ലവാഗിര യസ്ത്വയാ മന്ദഭാഗ്യോക്ത മദന്യോ ജഗദീശ്വര ക്വാസോ യതി സർവത്ര കസ്മാത് സ്തംഭേന ദൃശ്യത്തെ സോഹം വികർത്തമാനസ്യ ശിരക്കായാഭരാമിതേ ഗോപായേത ഹരിസ്ത്വാധ്യായസ്തേ ശരണമീപ്സിതം ഏവം ദുരുക്തേർമുദർദയന്നുഷ സൂത്രം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രകൃഷ്യോത്പതിതോ പരാസനാൽ സ്തംഭം തദാള അതിബലസ്വമുട്ടിന തദേവ തസ്മിന്നിനദോതി ഭീഷണോ ബഭൂവേനാണ്ടകടാഹമസ്ഫുടൽ യം വൈ സ്വതിഷ്ണോപഗതം ത്വജാതയ ശ്രുത്വാ ച മാമാപി അയമംഗമേനിരേ സ വിക്രമൻ പുത്രമദേത്തു അപൂർവമദ്ഭുതം അന്ധസ്തമായാം നദദർശതത്പദം വിദത്രുസുര്യേന സുരാരിയൂഥവ സത്യം വിധാതും ച വൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷ്വഖിലേഷു ചാത്മനം അദൃശ്യതാദ്യദ്ഭുതരൂപമുദ്വഗം സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സസത്വമേനം വൈദോപി പശ്യം സ്തംഭസ്യ മധ്യാതന നിർജിഗാനം നായം മൃഗോനാം വിനരോ വിചിത്രം അഹോ കിമേതം കേന്ദ്രരൂപം മീമാംസമാനസമുക്തിദോഗ്രത നൃസിംഹരൂപത്തതനം ഭയാനകം പ്രതപ്തകാമീകരകണ്ഠലോചനം സ്വരത്തടാകേതർജംഭിധാനനം കരാളദംഷ്ട്രം കരവാളദഞ്ജനം ക്ഷുരാന്തജിക്വം ഭ്രുകുടീ മുഖോൽപണം സ്തബ്ധോർധ്വകർണം ഗിരിഗന്ധരാത്ഭുതവ്യാതാസ്യനാസം അനുഭേദഭീഷണം
ദിരുസ്പൃശക്കായമധീർഘഭീവരഗ്രീവോ ഒരു വക്ഷസ്ഥലമൽപമധ്യമം ചന്ദ്രാംശുഗൗരേശ്ചുരിതം തനൂരുകേ വിശ്വക്കുജാനീകശതം നഖായുധം ദുരാസദം സർവനിചേതനായുധ പ്രമേക വിദ്രാവിധ ദൈത്യദാനവം പ്രായേണമേകം വരിണോരുമായിന വധസ്മൃതോനേന സമുദ്യതേന കിം ഏവം ബ്രുവന്ത്വഭ്യതൽഗതായുധ നദൻ നൃസിംഹം പ്രതിദൈത്യകുഞ്ജര അലക്ഷിതോ ദ്രൗപദിദപ്പതംഗമാ യഥാ നൃസിംഹോ നിശിസോസുരത്തദാ ന തന്നു വിചിത്രം ഗരുതത്വധാമനി സ്വതേജസായോനുപുരാഭിഭക്തമ തതോഭിമദ്യാഭ്യകനൻ മഹാസുര ഋഷാനൃസിംഹം ഗദയോരുമേകയാ തം വിക്രമന്തം സകതം ഗദാധരോ മഹോരകം ദാക്ഷതുതോ യഥാഗ്രഹീൽ സദസ്യഹസ്തോൽക്കലിതസ്തദാസുരോ വിക്രീഡതോ യദ്ദുദാഹിർഗരുൽമല അസാധ്വസം അസാധ്വമന്യന്ത ഹതൗഹസോമര ഹൃദൗഹസോമര ഘനച്ഛാദ ഭാരത സർവധിഷ്ണ്യവ തമന്യമാനോദ്യമീരംഗിതം യദ്ധസ്തമുക്തോ ത്രികടിമകാസുര പുനസ്തമാസജ്ജത ഖഡ്ഗകർമ്മണി പ്രഗൃഹ്യ വേഗേന ജിതശ്രമോ മൃധേ തം ശേനവേഗം ശതചന്ദ്രപത്മഭി ചരം അച്ചരം തമച്ഛിദ്രമുപര്യദോഹരി കൃത്വാട്ടഹാസം ഖരമുത്സനോൽപണം നിമീലിതാക്ഷം ജഗൃഹേ മഹാജവാ വിശ്വസ്ഫുരന്തം ഗ്രഗണാതുരം നരി വ്യാളോ യഥാകും കുലീശാക്ഷരത്വരം ദ്വാര്യൂരാപാത്യ ദദാരലീലയ നഖൈര്യതാകിം ഗരുഡോ മദാവിഷം സംരംഭദുർപ്രേക്ഷ്യ കരാളലോചനോ വ്യാത്താനനാന്തം വിലിഖൻ സുജിഹ്വയ അസൃഗ്വാക്താരുണകേസരാനനോ യഥാന്ത്രമാലി ദ്വിപഹത്യയാഹരി നഖാങ്കുലോൽപാടിതകം സരോരുവം വിസൃജ്യ തസ്യാചര തസ്യാനുചരാനുദായുധ അഹൻ സമന്താന്നകശസ്ത്ര പാർഷ്ണിഭിർഗോർദണ്ഡയുധോരുവതാൻ സഹസ്രശം സദാവധൂതാനകലാപരാധവൻ ഗ്രഹാചനദൃഷ്ടിവിമുഷ്ടരോ ജിഷ അംബോധയശ്വാസഹദാ വിചക്ഷുഭോ നിർഘാതഭീതാദിവിഭാ വിചുക്രുഷു ദ്യൗസ്ത സടോൽക്ഷിപ്ത വിമാനസങ്കുല പ്രോത്സർപ്പലക്ഷ്മാജ പദാതിപീഡിത ശൈലാസമുൽപേതുരമുഷ്യരം ഗസ തത്തേജസാഖം കകുഭോ നരേജിരേ തതസ്സഭായാമുപവിഷ്ടമുത്തമേ നൃപാസനേ സംവൃതതേജസം വിഭം അലക്ഷിതദ്വൈതമത്യമർഷണം പ്രചണ്ഡവക്രം നവഭാജ കശ്ചന നിശംയലോകത്രയമസ്തകജ്വരം തമാദിദൈത്യം ഹരിണാഗതം ഹൃദയ പ്രകർഷവേഗോൽക്കലിതാനനാമോ പ്രസൂനവരിഷേരുപുരുഷുസുരസ്ത്രിയ തദാ വിമാനാവലിഭിർനവസ്ഥലം തിദൃക്ഷതാം സങ്കുലമാസനാകിനാം സുരാനകാതുന്ദുപയോധജഗ്നിരേ ഗന്ധർവമുഖ്യാമനുർജഗുസ്ത്രിയ തത്രോപപ്രജ്ഞവിബുധ ബ്രഹ്മേന്ദ്രഗിരിശാദയം വിഷയപിതരസിദ്ധ വിദ്യാധരമോരക മനവപ്രജാനം പദയാ ഗന്ധർവാപ്തരചാരണ യക്ഷാ കിം പുരുഷാസ്താദാ വേദാളാ സിദ്ധകിന്നരാ ഹേ വിഷ്ണുവാക്ഷണ സർവേ സുനന്ദകൂദാനയം മൂർത്തിനിബദ്ധാഞ്ജലിപുട ആസീനം തീവ്രതേജസം ഈടിനേ നരചാർദൂലന്നാദിദൂരചരാഹ പൃഥക് ബ്രഹ്മോവാച നതോസ്മദന്തായ ദുരന്തശക്തികേ വിചിത്രവീര്യായ പവിത്രകർമ്മണേ വിശ്വസ്യ സർഗത്തിരി സംയമാൻ ഗുണേ തുലീലയാ സന്തതവേഭ്യയാത്മനേ ശ്രീരുദ്ര ഉവാച കോപകാലോ യുഗന്തസ്തേ ഗതോയമസുരോൽപക തൽസുതം വാക്യുപസുതം ഭക്തം ദേവക്തമൈസലാം ഇന്ദ്രവാച പ്രത്യാനീത പരമഭവനാത്രായദാനസ്വഭാഗ ദൈത്യാക്രാന്തം ഹൃദയകമലം ത്വദ്ഗൃഹം പ്രത്യബോധി കാലഗ്രന്ഥം കീടിതമഗോ നാദശുശ്രൂഷതാം തേ മുക്തിസ്തേക്ഷാം നകി ബഹുമതാ നാരസിംഹാപരൈക്കിം ഋഷയ ഊജു ത്വം നസ്തവ പരമമാത്രയദാത്മതേജോ യേനേതമാദിപുരുഷാത്മകതം സദർജ
തദ്വിപ്രലുപ്തമമുനാത്യശരണ്യപാല രക്ഷാകിരീടപുഷാപുരിരന്മമം സ്ഥാ വിതരഊജോ ശ്രാദ്ധാനി നോതി ബുബുലേ പ്രസഭം തനൂജേ ദത്താനി തീർത്ഥസമയേർക്കമികൽത്തിലംബു തസ്യോദരാന്നഗവിതീർണമവാദ്യാർച്ചൻ തസ്മൈ നമോ നൃഹരയേ അഖില ധർമ്മഗോപ്ത്രേ സിദ്ധാപൂജു യോ നോഗതിയോഗസിദ്ധാമസാദുരഹാരക്ഷി യോഗതപോപലേന നാനാദർപ്പം തം നഖൈർനിർദദാരത തസ്മൈ തുഭ്യം പ്രാതാസ്മോ നൃസിംഹ വിദ്യാധരഊജു വിദ്യാപൃഥക്ധാരണയാനുരാദ്ധാം നിഷേധതജ്ഞോ ബലവീര്യതൃപ്ത ശ്രയേണ സംഖ്യേ പശുവദ്ഹതഹസ്തം ഹതസ്തം മായാനൃസിംഹം പ്രണതാസ്മനിത്യം നാഗാപൂജു യേന പാപേന രത്നാനി സ്ത്രീരത്നാനി കൃതാനി തദ്വക്ഷപഠനേനാസാം ദത്താനന്ദനമോസ്തുതേ മനവൂജോ മനവോ വയം തവ നിദേശകാരിണോ നിധിതേന ദേവ പരിഭൂതസേതവ ഭവനാഗള സൗപസംഹൃത പ്രഭോ കരവാമതേ കിം മനുഷാരി കിങ്കരാൻ പ്രജാപതയ പൂജു പ്രജേശാവയം തേ പരേശാഭിസൃഷ്ട നയേന പ്രജാപൈ സൃജാമോ നിഷിദ്ധ സയേഷ ത്വയാ ഭിന്നവക്ഷാനുചേതേ ജഗന്മംഗളം സത്വമൂർത്തയവതാര ഗന്ധർവാഊജുഹോ വയം വിഭോതേ നടനാട്യഗായക യേനാത്മസാത്മീയവലോചസാകൃത സയേഷ നീതോ ഭവതാ ദശാമി മാം കിമുത്പതസ്തകുശലായ കൽപ്പതേ ചാരണാ പൂജു ഹരേ തവാംഗ്രി പങ്കജം ഭവാപവർഗമശ്രിത യദേശ സാധു കൃച്ഛയസ്ത്വയാ സുരസമാപിത യക്ഷാഊജോ വയമനുചരമുഖ്യ കർമ്മഭിസ്തേ മനോജ്ഞൈർ തൈക ഇതി സുതേന പ്രാപിതാവാഗതത്വം സദുജനപരിതാപം തത്കൃതം ജാനതാദേ നരകരോപഗീതം പഞ്ചതാം പഞ്ചവിംശ കിം പുരുഷ പൂജു വയം കിം പുരുഷാത്വം ദുമഹാപുരുഷ ഈശ്വര അയം കുപുരുഷോ നഷ്ടോധികൃത സാധുഭിര്യത വൈതാണികാഊജോ സഭാസത്രേഷു തവാമലംബ്യജോ ഗീത്വാ സപര്യാം മഹതീം ലഭാമഹേ യസ്താം വ്യനൈഷീം ഋചമേഷ ദുർജനോ ദിത്യാഗതസ്തേ ഭഗവൻ യഥാമയാം കിന്നരാ പൂജു വയമീശ കിന്നരഗണാസ്തവാനുഗ ദിദിജേന വിഷ്ടിമമുനാനുകാരിണ ഭവനാഗരേ സവൃജിനോ അവസാദിത്തേ അവസാദിതോ നരസിംഹ നാഥ വിഭവായ നോ ഭവ വിഷ്ണുപാർഷദാവൂജോ അദ്യൈകട് ഹരിനരൂപമദ്ഭുതം തേ ദൃഷ്ടം ന ശരണത് സർവലോകശർമ്മ സോയം തേ വിധികര ഈശ വിപ്രശബ്ദ തത്സേതം നിധനമനുഗ്രഹായ വിദ്മ ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ പ്രഹ്ലാദാനുചരിതേ ദൈത്യരാജവതേ നൃസിംഹസ്തവോ നാമ അഷ്ടമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പ്രഭാവം എന്ന് പറഞ്ഞാൽ നരസിംഹം എന്നാണ് അർത്ഥം എന്നാണ്. ഇത്രയധികം ഈശ്വരന്റെ ശക്തി പ്രഭാവം ഈ പ്രകൃതിയിൽ കാണിച്ച വേറൊരു അവതാരവും ലോകത്തിലില്ല. അത്യത്ഭുതമാണ് ഭഗവാൻ ഭക്തന്മാരുടെ വാക്ക് സത്യമാക്കി തീർക്കാൻ വേണ്ടി എടുത്ത അത്യത്ഭുതമായ ആ രൂപം. ആ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. ഇക്കണ്ട ആൾക്കാർ മുഴുവൻ സ്തുതിച്ചിട്ടും ഭഗവാൻ പ്രസന്നനാവണില്ല എന്ന് കണ്ടപ്പോ ബ്രഹ്മാവ് പറഞ്ഞയച്ചത് ആ പ്രഹ്ലാദൻ സ്തുതിക്കുന്നതാണ്. അടുത്ത അധ്യായത്തിൽ വിസ്തരിച്ചിട്ടുള്ള പ്രഹ്ലാദന്റെ സ്തുതി. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ നവമോധ്യായ. നാരദ ഉവാച ഏവം സുരാദയ സർവേ ബ്രഹ്മരുദ്രപുരസ്സരാः നോപേതുമശകന്മന്യുസംരംഭം സുദുരാസദം സാക്ഷാത് ശ്രീ പ്രേഷിതാ ദേവേ ദൃഷ്ട്വാ തന്മഹദദ്ഭുതം അദൃഷ്ട്വാ ശ്രുതപൂർവത്വാൽ സാ നോപേയായ സംഹിത പ്രഹ്ലാദം പ്രേഷയാമാസ ബ്രഹ്മാവസ്ഥിതമന്തികേ കാതപ്രശമയോപേഹി സുവിത്രേ കുപിതം പ്രഭും തഥേതി ശനകേ രാജൻ മഹാഭാഗവതോർഭഗ ഉപേത്യ ഭുവികായേന നാമ വിധുതാഞ്ജലി സ്വപാദമൂലേ പതിതം തമർഭകം വിലോക്യദേവ കൃപയാ പരിപ്ലുത ഉത്ഥാപച തച്ചീർഷ്ണ്യദധാൽകരാൻഭുജം കാലാഹിവിത്രസ്തധിയാം കൃതാഭയം സപദ്യഭിവ്യകൃതപരാത്മദർശന തത്പാദപത്മം ഹൃദി നിർവൃതോ ദധോ ഹൃഷ്യത്തനുഃ ഭിന്നഹൃതശ്രുലോചന ഹസ്തൗ ശീദ്ധരിമേകാഗ്രമനസാ സുസമാഹിത
प्रेमगद्गदया वाचा तन्यस्तहृदये क्षण प्रह्लाद उवाच ब्रह्मादयस्वरगणामनयोधसिद्धाः सत्त्वैकदानमतयो वचसां प्रवाहैः आराधितुं गुरुगुणैरधनापि विप्रो किं दोष्टमर्हति समे हरिरुग्रजातेः मन्ये धनाभिजनरूपतपश्रुतौ च तेजः प्रभावबलपौरुषबुद्धियोगाः नाराधना हि भवन्ति परस्य पुंसो भक्त्याददोष भगवान् गजयूथपाय विप्राद्विषद्गुणयुतादरविन्दनाभपादारविन्दविमुखाच्च वलिष्ठम् मन्ये तदर्पितमनोवचने हितार्थप्राणं पुनादिसकुलं न तु भूरिमान नैवात्मन प्रभुरयं निजलाभपूर्णो मानं जनादविदुषः करुणो वृणीते यद्यज्जनो भगवते विदधीतमानं तच्चात्मने प्रतिमुखस्य यथा मुखश्रीः तस्मादहं विगतविक्लवैश्वरस्य सर्वात्मना महिगृणामि यथा मनीषं नीचोजया गुणविसर्गमनुप्रविष्टाः पूयेदेन हि पुमाननुवर्णितेन सर्वे ह्यमी विधिकरास्तव सत्त्वधाम्नो ब्रह्मादयो वयमिवेशतुचोद्विजन्त क्षेमाय भूतयोदात्मसुखाय चास्य विक्रीडितं भगवतो रुचिरावतारैः तद्यच्च मन्यवसरश्च हतस्त्वयाद्य मोदेत साधुरभिवृश्चिकसर्पहत्या लोकाश्च निर्वृतिमिताः प्रतीयन्ति सर्वे रूपं नृसिंह विभयाय जनाः स्मरन्ति नाहं विभेम्यचिततेति भयानकास्य जिह्वार्कनेत्रभृगुडीरभ्रसोग्रदंष्ट्राल् आन्ध्रस्वजक्षतकेसरशङ्कुकर्णानुरहादभीददिगिभादरिभिन्नखाग्राल् त्रस्तोऽस्म्यहं द्रवणवत्सलदुस्सहोग्रसंसारचक्रकदनाग्रसतां प्रणीत बद्धस्वकर्मभिर्षत्तमतेऽङ्घ्रिमूलं प्रीतोपवर्गशरणं वयसे कदा नु यस्माल्प्रिया प्रियवियोगसयोगजन्मशोकाग्निनाशकलयो निषिदह्यमान दुःखौषधं तदपि दुःखमदध्याहं भूमन् भ्रमामि वदमेतवदास्य योगं सोऽहं प्रियस्य सुगतः परदेवताया लीलाकथास्तव नृसिंहविरिञ्जगीताः अञ्जस्तिधर्म्यनुगृणन् गुणविप्रमुक्तो दुर्गान्ते पदयुगालेऽहं ससङ्ग बालस्य नेहशरणं पितरो नृसिंह नार्तस्य जागदमुदन्नतिमज्जतो नवोः तपतस्य तल्प्रतिविधिर्यैहाञ्जश्रेष्ठस्तावद्विभो तन्मृदां त्वदुपेक्षितानां यस्मिन् यतो यर्ह्येन च यस्य यस्माद् यस्मै यथा यदुदयस्त्वपरः परो वा भावः करोति विकरोति पृथक् स्वभावः सञ्जोतितस्तदखिलं भवदस्य रूपं मायामनस्कृतिकर्ममयं विलीय कालेन चोदितगुणानुमतेन पुंसा छन्दोमयं यतजयार्पितषोडचारं संसारचक्रमजकोदितरेल त्वदन्या सत्त्वं हि नित्यविजिताल्पगुणस्वधाम्ना कालो वशीकृतविसृज्य विसर्गशक्तिः चक्रे विशिष्टमजयेश्वर षोडचारे निष्पीड्यमानमुपकर्ष विभो प्रपन्नम् दृष्टामयादिविभोऽखिलधिष्यमानामायुश्रियो विभव इच्छति याञ्जनोऽयं ये स्मल्पितुः कुपितः सज्जनं विस्फूर्जितेन लुलिताः सतुते निरस्था ये यस्मल्पितुः कुपितः सज्जनं विस्फूर्जितेन लुलिताः सतुते निरस्ताः तस्मादमूस्तनभृतामहमाशुषोज्ञ आयुश्रियं विभवमैन्द्रियमाभिरिञ्जात् नेच्छामि देवि लुलितानुर्विक्रमेण नेच्छामि ते विरुलितानुर्विक्रमेण कालात्मनोपनयमां निजभृत्यपार्श्वं कुत्राशुश्रुतिसुधामृगदुष्णिरूपाः क्वेदं कलेपरमशेषरुजां विरोह निर्विद्यते न तु जनो यदपीति विद्वान् कामानलं मधुलवैः समयं दुरापैः क्वाहं रजः प्रभवैः शतमोऽधिकेऽस्मिन् जातस्वरेतरकुले कोदवानुकम्बा न ब्रह्मणो न तु भवस्य न वैरमाया यन्मे अर्पितस्य दिशि पद्मकरः प्रसादः नैषा परापरवद्यर्भवतो न स्यात् जन्तो यथात्मसुहृतो जगतस्तथापि संसेवयासुरतरोरिपते प्रसाद सेवानुरूपमुदयो न परापरत्वम् एवं जनं निपतितं प्रभवाहि गोपे कामाभिकाममनियः प्रपतन् प्रसङ्गात् कृत्वाल्मसासुरऋषिणा भगवन् गृहीत सोऽहं कथं विसृजेतव भृत्यसेवां मल्प्राणरक्षणमनन्तपितुर्वधश्च मन्ये सुभृत्यर्षिवाक्यमृतं विधातुं खड्गं प्रगृह्य यदवोचत सद्भिदित्सु त्वामीश्वरो मधपरो वदुकं हरामि एकस्त्वमेव जगते तदमुश्रियल् त्वमाद्यन्तयोः पृथगवस्यसि मध्यतश्च सृष्ट्वा गुणव्यतिकरं निजमायेदं नानेव तैरवसितस्तदनुप्रविष्ट त्वं वा इदं सतसतीश भवांस्ततोऽन्यो माया यदात्मपरबुद्धिरियं ह्यपार्थ यद्यस्य जन्मनिधनं स्थितिरीक्षणं च तद्वै तदेव वसुकालपदष्टितरोः न्यस्येतमात्मनि जगद्विलयाम्बुमध्ये शेषेऽल्पनादिसुखानुभवो निरीह योगेन मीलितदृगात्मनिपीतनिद्रस्तुते स्थितो न तमो न गुणां संयुक्षे तस्यैव देवविदितं निजकालशक्त्या सञ्चोदितप्रकृतिधर्मणात्मगूढम्
അംഭസ്യനന്ദശയനാൽ വിരമത് സമാധേർനാഭേരഭൂൽസ്വകണികാവടവൻ മഹാബ്ജം തൽസംഭവ കവിരതോന്യതപശ്യമാനസ്ത്വാം ബീജമാത്മനിതം സ്വബഹിർവിചിന്യ നാവിന്ദതബുധശതമസ്മിമജ്ജമാനോ ജാതൈങ്കുരേ കഥമുഹോപലഭേദബീജം സത്വാത്മയോനിരതിവിസ്മിതാസ്ഥിതോബ്ജം കാലേന തീവ്രതപസാ പരിശുദ്ധഭാവ ത്വാമാത്മനീശ ഭുവി ഗന്ധമിവാതിസൂക്ഷ്മം ഭൂതേന്ദ്രിയാശയമയേ വിതതം ദദർശ ഏവം സഹസ്രവദനാംഘ്രിശിരഃ കരോരുനാസാസ്യ കർമ്മദയനാഭരണായുധാഢ്യം മായാമയം സതുപലക്ഷിതസന്നിവേശം ദൃഷ്ട്വാ മഹാപുരുഷമാപമുദം വിരിഞ്ച തസ്മൈ ഭവാൻ ഹയശിരസ്തനുവം ച വിഭ്രൽ ഏതദ്രുഹാവതിബലോ മധുകേടഭാഖ്യൗ ഹത്വാനയച്ഛുതിഗണാം സുരജസ്തമശ്ച സത്വം തവ പ്രിയതമാം തനുമാമനന്തി ഇത്തം ധൃതിവ്യഗൃഷിദേവശാവതാരേർലോകാൻ വിഭാവയസി ഹംസി ജഗൽപ്രദീപാൻ ധർമ്മം മഹാപുരുഷപാസിഗാനുവൃത്തം ഛന്നഃ കലഹു യതഭവ സ്ത്രീബോധസത്വം നൈതന്മനസ്തവ കഥാസു വികുണ്ഠനാഥ സംപ്രീയതേ ദുരിതദുഷ്ടമസാധു തീവ്രം കാമാതുരം ഹർഷശോകഭയേഷണാർത്ഥം തസ്മിൻ കഥം തവ ഗതിം വിമൃശാമി ദീന ജിഹ്വൈകതോച്യുത വികർഷതി മാ വിതൃപ്ത ശിഷ്ണോന്യതസ്ത്വകുദരം ശ്രവണം കുതശ്ചിൽ ഘ്രാണോന്യതശ്ച പരദൃക്വചകർമ്മശക്തിർവഹ്യഃ സപത്നീവഗേഹപതിം ലുനന്തി ഏവം സ്വകർമ്മപതിതം ഭവവൈതരണ്യാമന്യോന്യജന്മമരണാശനഭീതഭീതം പശ്യഞ്ജനം സ്വപരവിഗ്രഹവൈരമൈത്രം ഹന്തേതി പാരചരപി പ്രഹിമൂഢമദ്യ കോന്നത്രതേഖില ഗുരോ ഭഗവൻ പ്രയാസ ഉത്താരണേസ്യ ഭവസംഭവലോപഹേതോഃ മൂഢേഷു വൈ മഹദനുഗ്രഹാർത്ഥബന്ധോ കിം തേന തേ പ്രിയജനാനനുസേവതാം നൈവോദ്വിജയപരദുരത്തെ വൈതരണ്യാസ്ത്വദ്വീര്യഗായന മഹാമൃതമഗ്നചിത്ത ശോചേതോ വിമുഖചേതസ ഇന്ദ്രിയാർത്ഥമായാസുഖായ ഭരമുദ്വഹതോ വിമൂഢാൻ പ്രായേണ ദേവമണിയസ്സ വിമുക്തികാമാ മൗനം ചരന്തി വിജനേന പരാർത്ഥനിഷ്ഠാഃ നൈതാൻ വിഹായ കൃപണാൻ വിമുമുക്ഷയേകോ നാന്യം ത്വദസ്യ ശരണം ഭ്രമദോനുപശ്യേ യന്മൈഥുനാദിഗ്രഹമേധി സുഖം ഹി തുച്ഛം കണ്ടൂയനേന കരയോരിവ ദുഃഖം തൃപ്യന്തി നേഹ കൃപണാ ബഹുദുഃഖവാച കണ്ടോതിവൻ മനസിജം വിഷഹേതധീര മൗനവ്രതശ്രുതതപോധ്യേന സ്വധർമ്മവ്യാഖ്യാരഹോ ജപസമാധയാപവർഗ്യാഃ പ്രായഃ പരം പുരുഷതേ ത്വജിതേന്ദ്രിയാണാം വാർത്താ ഭവന്ത്യുതനാവാത്രതുദാംഭികാനാം രൂപേ ഇമേ സതസതീതവ വേദസൃഷ്ടേ ബീജാങ്കുരാവിവണജാന്യതരൂപകസ്യ യുക്താഃ സമക്ഷമുഭയത്ര വിചിന്വതേ ത്വാം യോഗേന വഹ്നിമവതാരുഷതാന്യത സ്യാത് ത്വം വായുരഗ്നിരവനിർദിയദംബുമാത്രാഃ പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ നാന്യൽ ത്വദസ്ത്യതപി മനോവചസാ നിരുക്തം നൈതേ ഗുണാന ഗുണിനോ മഹദാദയോ യേ സർവേ മനഃ പ്രഭതയഃ സഹ ദേവമർത്യാഃ ആദ്യന്തവന്ത ഉരുകായ വിദന്തി ഹി ത്വാമേവം വിമർശസുധിയോ വിരമന്തി ശബ്ദാത് തൽതേർഹത്തമനമസ്തുതി കർമ്മപൂജാഃ കർമ്മസ്മൃതിശ്ചരണയോഃ ശ്രവണം കഥായാം സംസേവയാ ത്വൈവിനേതി ഷഡംഗയാ കിം ഭക്തിഞ്ജനഃ പരമഹംസഗതോ ലഭേത. നാരദ ഉവാച ഏതാവൽ വർണ്ണിത ഗുണോ ഭക്തിയാ ഭക്തേന നിർഗുണ പ്രഹ്ലാദം പ്രണതം വേദോ യതമന്യുരഭാഷത. ശ്രീഭഗവാനുവാച പ്രഹ്ലാദ ഭദ്രഭദ്രം തേ പ്രീതോഹം തേ അസുരോത്സേ പ്രഹ്ലാദഭദ്രഭദ്രം തേ പ്രീതോഹം തേ അസുരോത്തമ വരം വനീഷ്വാഭിമതം കാമപൂരോസ്മ്യഹം നൃണാം മാമപ്രണീത ആയുഷ്മൻ ദർശനം ദുർലഭം ഹിമേ ദൃഷ്ട്വാ മാം ന പുനർജം ദുരാത്മാനം തപ്പതുമർഹതി പ്രീണന്തി ഹ്യഥമാം ധീരാ സർവഭാവേന സാധവ ശ്രേയസ്കാമാ മഹാഭാഗാ സർവാസാമാശിഷാം പതിം. ഏവം പ്രലോഭ്യമാനോപി വരേർലോകപ്രലോഭനൈഃ ഏകാന്തിത്വാൽ ഭഗവതി നിശ്ചൽതാനസുരോത്തമ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ പ്രഹ്ലാദചരിതേ ഭഗവത്സ്തവോ നാമ നവമോധ്യായഃ. പ്രഹ്ലാദന്റെ സ്തുതി. പ്രഹ്ലാദൻ അടിവെച്ച് ആ സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് അങ്ങ് ചെന്ന് കാൽക്കലങ്ങോട് നിന്ന് നമസ്കരിച്ചപ്പോഴേക്കും കൃപയാ പരിപ്ലുത എന്നാണ് ഭഗവാൻ. കാരുണ്യം കൊണ്ടേ ഭഗവാന് ചുണ്ടിക്കാൻ പറ്റാണ്ടേ അവിടുന്ന് അങ്ങനെ പ്രഹ്ലാദനെ എഴുന്നേൽപ്പിച്ചു, മടിയിൽ കയറ്റിയിരുത്തി ചുംബിച്ചു, അവിടെ എടുത്തു വെച്ചു. മുമ്പിൽ നിർത്തിയപ്പോ എന്തെന്നില്ലാത്ത നിർവൃതിയുടെ പ്രഹ്ലാദൻ തൊഴുതുകൊണ്ട് ഇങ്ങനെ സ്തുതിക്കും. ഭഗവാനെ, ഇക്കണ്ട ദേവന്മാരെ മുഴുവൻ സ്തുതിച്ചിട്ടും അങ്ങ് പ്രസന്നനായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ അങ്ങ് പ്രസന്നനാവുക എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും എല്ലാവരും പേടിച്ചിട്ടാണ് നിൽക്കണത്.
എനിക്ക് അങ്ങേ കണ്ടാൽ പേടി വരുന്നില്ല. ഞാൻ വേറെ ഒന്നിനും ഭയക്കണില്ല. ഈ സംസാര ദുഃഖത്തെ മാത്രമേ ഞാൻ ഭയക്കുന്നുള്ളൂ. അങ്ങേ ഞാൻ സ്തുതിച്ചാൽ, ഈ അസുരകുലത്തിൽ ജനിച്ച് ഞാൻ സ്തുതിച്ചാൽ അങ്ങ് പ്രസന്നനാവോ? ആവാതിരിക്കൊന്നുമില്ലല്ലേ? അങ്ങ് ഗജേന്ദ്രനെ തന്നെ അനുഗ്രഹിച്ചതല്ലേ? കുലത്തിന്റെ മഹിമയൊന്നും അങ്ങ് നോക്കാറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്തുതിക്കാം. ഞാൻ സ്തുതിച്ചാൽ അങ്ങക്ക് സന്തോഷമാവോ? ഇല്ല, ഇനി അങ്ങക്ക് സന്തോഷമാവാനൊന്നുമില്ല. അങ്ങ് സന്തോഷപൂർണനാണ്, നിജലാഭപൂർണനാണ് അങ്ങ്. അങ്ങക്കിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കുറച്ച് പൊക്കം കൂടുകയൊന്നുമില്ല. ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ അങ്ങ് കുറച്ച് താഴുമില്ല. പക്ഷെ എന്നാ പിന്നെ ഞാൻ എന്തിനാ സ്തുതിക്കണമെന്നോ? ഭഗവാനെ, അതൊരു രസമുണ്ട്. പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ ഗുരുനാഥൻ നാരദനും പറഞ്ഞിട്ടുണ്ട്, അങ്ങാകുന്ന ഈശ്വരന്റെ അതേ രൂപം തന്നെയാണ് ഈ കണ്ണാടിയാവുന്ന ഈ ശരീരത്തിൽ ഇരിക്കുന്ന ജീവൻ. അപ്പൊ ഈ ജീവന് എന്റെ ഹൃദയത്തിന് സന്തോഷം കിട്ടണമെങ്കിൽ അങ്ങ് സന്തോഷിക്കണം. ഈ കണ്ണാടിയാകുന്ന ശരീരത്തിലുള്ള ജീവൻ അങ്ങാണ്. അങ്ങയുടെ രൂപമാണ് ഇവിടെ പ്രതിബിംബിക്കുന്നത്, ജീവസ്വരൂപേണ. അതുകൊണ്ട് ഇവിടെ സന്തോഷം ഉണ്ടാവണമെങ്കിൽ അവിടെ സന്തോഷം വരണ്ടേ? കണ്ണാടിയിൽ പൊട്ട് തൊട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങയെ സന്തോഷിപ്പിക്കണം. അങ്ങയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കാണിക്കുന്ന സൃഷ്ടിയാദി ലീല, സ്ഥിതിയാദി ലീല, സ്ഥിതി എന്ന ലീല, സംഹാര ലീല, ഇതൊക്കെ നടത്തുന്ന ഭഗവാന്റെ വൈഭവങ്ങള് ഓരോന്നും പറഞ്ഞുകൊണ്ട് അവസാനം സകലതും ഭഗവാൻ എന്നങ്ങോട്ട് ബോധ്യപ്പെട്ട് തുമ്പായുരഗ്നിരവനിർവിയതമ്പുമാത്ര പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ നാന്യത്വദസ്ത്യപി മനോവചസാ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ പറയാൻ പറ്റുന്നത് എന്തും അതൊക്കെ അങ്ങാണ്. എല്ലാം അങ്ങാണ്, എല്ലാം അങ്ങനെ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം നമസ്കരിക്കുമ്പോ ആ പ്രഹ്ലാദിനെ അങ്ങനെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് പിന്നെ ഒരു ലെവലേശം ക്ഷോഭഭാവമില്ല. അപ്പോഴേക്കും ദേവന്മാരൊക്കെ മുമ്പിലേക്ക് വന്നു, സ്തുതിക്കാൻ തുടങ്ങി. അവരോടൊക്കെ ഭഗവാൻ ഭാഗത്തിന് അവരേക്ക് അനുഗ്രഹിക്കാൻ തുടങ്ങി. ഭഗവാൻ അങ്ങോട്ട് ശാന്തസ്വരൂപനായി. അപ്പോഴേക്കും ലക്ഷ്മി വന്നു. ലക്ഷ്മി നരസിംഹസ്വരൂപനായിട്ട് ആ ലക്ഷ്മി ദേവിയെ മടുത്തിരുത്തി, പ്രഹ്ലാദനെ മടിയിലിരുത്തിയിട്ടുള്ള ആ രൂപം നോക്കൂ ധർമ്മപുത്രരെ. ആ നരസിംഹം തന്നെയാണിത് ഇപ്പൊ നിങ്ങൾ കൊടുത്ത സിംഹാസനത്തിൽ ഇരിക്കണില്ലേ? ആ ശിശുപാലിനെ നിഗ്രഹിച്ചും കൊണ്ട് അവിടെ ഇരിക്കണില്ലേ? നാമം ജപിച്ചവരെയൊക്കെ അനുഗ്രഹിച്ചും കൊണ്ട് ആ കൃഷ്ണനാണ് യഥാർത്ഥത്തിൽ ത്രിമൂർത്തികളെ പോലും നയിക്കണത്. അപ്പൊ ധർമ്മപുത്രൻ ത്രിമൂർത്തികളെ നയിക്കുക അതെന്താ? ത്രിപുരദഹനം പണ്ട് കേട്ടിട്ടില്ലേ? മഹാദേവൻ വരം കൊടുത്തു അസുരന്മാർക്ക്, അതുകൊണ്ട് അദ്ദേഹം പെട്ടു. അവരെ നശിപ്പിക്കാൻ ഭഗവാന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കാരുണ്യം കൊണ്ട് നശിപ്പിക്കണില്ല. അവരൊക്കെ ദേവന്മാരെ ഉപദ്രവിക്കുന്നു. ദേവന്മാരൊക്കെ ആ അസുരന്മാരെ കഠിന പ്രയത്നത്തിന് കൊല്ലണു. ഒരു കിണറ്റിൽ കൊണ്ടായിരുന്നു. അപ്പൊ ആ കിണറ്റില് മൃതസഞ്ജീവനി മന്ത്രം ജപിച്ചു വെള്ളം സ്ഥിരമായിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ അവിടുന്ന് നീട്ടുപോരുന്നു.